യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പിടിമുറുക്കിയതോടെ യുക്രൈൻ സൈന്യം ഇപ്പോൾ കൂട്ടത്തോടെയാണ് റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കീഴടങ്ങിയ യുക്രൈൻ സൈനികർ ചില നിർണായക വെളിപ്പെടുത്തലുകളും റഷ്യൻ സൈന്യത്തിന് മുന്നിൽ നടത്തിയിട്ടുണ്ട്. യുക്രൈൻ പട്ടാളക്കാരെ അവരുടെ കമാൻഡർമാർ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഉപേക്ഷിക്കുന്നതായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് നിന്നും പുറത്തു വരുന്നത്. റഷ്യൻ സൈന്യത്തിന് മുന്നിൽ ഞായറാഴ്ച കീഴടങ്ങിയ യുക്രൈൻ സൈനികരാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യുക്രൈനിയൻ സൈനികനും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ അലക്സാണ്ടർ മക്കീസ്കി പറയുന്ന 3 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. യുക്രൈൻ സൈനിക നേതൃത്വത്തിന്റെ ക്രൂരമായ മനോഭാവം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചതിന് ശേഷം റഷ്യൻ സേനയ്ക്ക് സ്വമേധയാ കീഴടങ്ങിയതാണ് എന്നാണ് ഈ സൈനികൻ സംഭാഷണത്തിൽ പറയുന്നത്. ഒരു ദിവസം ഒരു യുക്രൈനിയൻ ഗ്രൂപ്പ് കീഴടങ്ങാൻ ഇറങ്ങിയപ്പോൾ വളരെ കുഴപ്പം പിടിച്ച ഒരു റേഡിയോ സന്ദേശം കേട്ടുവെന്നും സൈനികൻ പറയുന്നു. നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഗ്രാഡ് റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്നും യുദ്ധമെല്ലാം എഴുതിത്തള്ളുമെന്നുമായിരുന്നു ആ സന്ദേശം. ഇതോടെയാണ് കീഴടങ്ങാൻ യുക്രൈൻ സൈന്യം തീരുമാനിക്കുന്നത്. യുക്രൈനിയൻ നേതൃത്വം സൈനികരെ പീരങ്കികൾക്കുള്ള കാലിത്തീറ്റയായിട്ടാണ് കണക്കാക്കുന്നതെന്നും ഇവർ പറയുന്നു. എന്നാൽ യുദ്ധ തടവുകാരോട് മനുഷ്യത്വപരമായ പെരുമാറ്റം ഉറപ്പുവരുത്തിക്കൊണ്ട് പരമാവധി സൈനികരെ കീഴടക്കാനുള്ള തന്ത്രമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത്. ഇതിനായി പ്രത്യേക റേഡിയോ ഫ്രീക്വൻസിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടെ യുക്രൈൻ സൈന്യം റഷ്യയുടെ കാക്സ് മേഖലയിലെ 1250 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും 92 സെറ്റിൽമെന്റുകളും നിയന്ത്രണത്തിലാക്കിയെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ യുക്രൈന്റെ സഖ്യകക്ഷികൾക്ക് അനുമതി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ യുക്രൈനു കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.